ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടണില്ല. പിന്നെ എൻജിൻ ഓയിൽ മാറ്റാം. ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നുണ്ട്. മോർണിംഗിൽ കാലത്ത് സ്റ്റാർട്ടായി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് അഴിച്ചു നോക്കുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ കിടന്നത്. അപ്പോൾ അത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിത് കിടക്കുന്നത് ഒരു കുറഞ്ഞ കമ്പനിയുടെ ഉണ്ടോ, ഒറിജിനലൊന്നുമല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിടക്കണേ. അപ്പോൾ നമ്മളതൊന്ന് മാറ്റിയിടുന്നുണ്ട്. കാരണം മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞേക്കണതാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം കമ്പനി ഐറ്റം ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് എടുക്കാത്ത കംപ്ലയിൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2021 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് അറിയാം. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.80 വരെ വന്നുണ്ട്. അത്യാവശ്യം വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ടെസ്റ്റിൽ വിടുമ്പോൾ ബാറ്ററി നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ ഫീൽ കാണിക്കണില്ല. ബാറ്ററിയുടെ ആവാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ യൂണിറ്റ് കൂടി നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ സോജറ്റ് ബ്ലോക്കാണ്. കാരണം അതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ഒരു ഹോൾ വളരെ സെൻസിറ്റീവായിട്ട് ചെറിയ നമ്മുടെ ഒരു മുടിനാറിൻ്റെ ഗ്യാപ്പ് പോലും ഇല്ലാത്തൊരു ഹോളാണത്. അത് ശരിക്കും നമുക്ക് ഈ പെട്രോളിൽ വന്ന കെമിക്കലിൻ്റെ ഒരു ഇതുകൊണ്ട് ഒന്ന് ഫുള്ള് ബ്ലോക്കായേക്കാണ്, അടഞ്ഞേക്കാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഓവർഫ്ലോ നീഡിലിൻ്റെ ഈ വാൽവും ഈ സൈഡും അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിന്മേൽ നോക്കുമ്പോൾ ഒരു ഫംഗസ് പോലെ പിടിച്ചിട്ട് അതും കറക്റ്റായിട്ട് പെട്രോൾ കൃത്യമായിട്ട് ഇറങ്ങാത്തൊരു സിറ്റുവേഷനായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാം. ഈ രണ്ടൈറ്റം മാറ്റിയിട്ട് കാർബേറ്റർ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അത്രയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമേ നിന്ന് കിട്ടണുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം ട്യൂണിങ് കറക്റ്റ് ആക്കി ഇടാം. അപ്പം രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പരമാവധി ചോക്ക് വലിച്ചിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 90%, 99% അത് റെഡി ആവേണ്ടതാണ്. വേറെ പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലയിൻസിനകത്ത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യണത് അത്രയാണ്. ബാറ്ററിയുടെ കേസ് നമുക്ക് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേസ് നമുക്ക് ഈ ബാക്കിലത്തെ ഈ ലിവർ ഉണ്ടല്ലോ, ഈ ലിവറിൻ്റെ ഇവിടെ ചെറിയൊരു പ്ലേ വന്നിട്ട് ബ്രേക്ക് കൊടുക്കും. ഈ ഹോളൊക്കെ ഓവലായി പോയേക്കാം. ഒരു ശരിക്കും കറക്റ്റ് റൗണ്ടല്ല, ഓവൽ ഷേപ്പ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് കൊടുക്കുമ്പോൾ കുറച്ച് പവർ ഇവിടെയും മിസ്സാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ലിവറൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എൻജിൻ ഓയിലും കൂടി മാറുന്നുണ്ട്. ഓയിലും മാറുന്ന ടൈം ആയിട്ടുണ്ട്. ഇത്രയും കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണവർക്ക് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ചെയ്യപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഒരു 20-ാം തീയതിക്ക് ശേഷമൊക്കെ ഒരു സർവീസായിട്ട് ബുക്ക് ചെയ്തിടാം. കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓപ്പണായിട്ട് വാഷിങ് ചെയ്യാം. വാഷിങ് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം എൻ്റെ CVT ടൈപ്പ് ക്ലച്ചാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടതൊക്കെ അത്യാവശ്യമാണ്. അത് ഇടയ്ക്ക് നമ്മൾ ചെയ്തു പോകേണ്ട വർക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഒരു വർക്കിന് ഏകദേശം 2 മുതൽ 2.5 മണിക്കൂറൊക്കെ നമുക്ക് ഒരു വണ്ടിക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ നമുക്കത് ബുക്ക് ചെയ്താലാണ് അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വെട്ടലാണ് പറഞ്ഞാൽ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. നമ്മളിപ്പോൾ ഹാൻഡിൽമേൽ നിന്നൊരു ബലം കുറയ്ക്കുന്ന സമയത്ത് വെട്ടൽ കാണിക്കുന്നുണ്ട്. അത് ടയറിൻ്റെ ആണ് കേട്ടോ. ബുഷ് കാര്യങ്ങളൊന്നും നിലവിൽ വേറെ പ്രശ്നങ്ങളില്ല. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പ്ലേ നോക്കുമ്പോൾ വേറെ പ്ലേ ഒന്നും കാണുന്നില്ല. ടയറിൻ്റെ ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ടയറാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അത് ടയർ മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം റെഡി ആയിക്കോളും. പിന്നെ സർവീസിന് വെക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടത്തിക്കടത് അഴിച്ചിട്ട് അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഗ്രീസിങ് ആയിട്ട് നടത്താം. അപ്പോൾ സർവീസിൽ അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അഡീഷണൽ പേ ചെയ്തിട്ട് ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് കാണുന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പഴിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കേസ്. ആ വെട്ടൽ കാണിക്കുന്നത് ടയറിൻ്റെയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഓക്കെ.